ബന്ധു നിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ നാളെ പുറപ്പെടുവിക്കും. ജീവൻ ചേരുന്നു. ജീവൻ, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, രാവിലെ മുതൽ നിയമവൃത്തങ്ങളുമായി കൂടിക്കാഴ്ചയിലായിരുന്നു ജേക്കബ് തോമസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ, ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ചെറുന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി ഒന്നിലേറെ തവണ വിജിലൻസ് ഡയറക്ടർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഏറെ നീണ്ടുനിന്ന തലനാരിയുടെ കീഴിലുള്ള നിയമപരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ മന്ത്രി ഇ.പി. ജയരാജനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായി തീരുമാനിച്ചത്. അതിന് രണ്ട് കാരണങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, ഒരു ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ അതിന്മേൽ ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താതെ പോകാൻ വിജിലൻസ് ഡയറക്ടർക്ക് കഴിയുമായിരുന്നില്ല. രണ്ട്, നിലവിലുള്ള പരാതികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഇത് മന്ത്രിക്ക് ഈ ഇടപാടിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നത് വിജിലൻസിന് പ്രൂവ് ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു നിയമവൃത്തങ്ങൾ രാവിലെ ജേക്കബ് തോമസിനോട് ഉന്നയിച്ച ആശങ്ക. പക്ഷേ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തലവന്മാരെ നിയോഗിക്കുന്നത് മന്ത്രി നേരിട്ടല്ല, റിയാബ് എന്നൊരു ഏജൻസിയാണ്. ആ ഏജൻസിയെ മറികടന്നാണ് നിയമനമെന്ന് പരിശോധിക്കണം. കൂടാതെ ഈ റിയാബ് എന്ന ഏജൻസിയിൽ ഇനി മന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ മറ്റോ ചെലുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരാതിയുടെ ഭാഗമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ വ്യക്തതയില്ല എന്നതായിരുന്നു ആദ്യമുണ്ടായ സൂചന. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഒരു പ്രാഥമികമായ പരിശോധനയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടും എന്നതുകൊണ്ട് ഒരു അന്വേഷണത്തിലൂടെ മാത്രം അതിലൊരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. സംസ്ഥാനത്തിന്റെ പണം ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതിൽ അഴിമതി നിരോധന നിയമത്തിന്റെ വിവിധ സെക്ഷനുകൾ നിലനിൽക്കുമോ എന്ന കാര്യവും ഈ കാര്യത്തിലുണ്ട്. പക്ഷേ മറിച്ചുള്ള അഭിപ്രായങ്ങളും ആ ഘട്ടത്തിൽ നിയമവൃത്തങ്ങൾക്കിടയിലുള്ള ചർച്ചയിലുണ്ടായി. ഒടുവിൽ ഏറെ നീണ്ടുനിന്ന അഭിപ്രായങ്ങൾക്കൊടുവിലാണ് ഈ കാര്യത്തിൽ പ്രാഥമികമായ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഈ നിലപാട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നാളെ വിജിലൻസിന് വേണ്ടി ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ തന്നെ ഹാജരാകും. അഗസ്റ്റിൻ ഇത്തരത്തിലൊരു പ്രാഥമികമായ പരിശോധന നടക്കുന്ന കാര്യം, പ്രാഥമികമായ പരിശോധനയ്ക്കുള്ള തീരുമാനം എടുത്ത കാര്യം വിജിലൻസ് കോടതിയെ അറിയിക്കും. നിലവിൽ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് ഇപ്പോൾ അന്വേഷിക്കാനായി തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും എന്നാൽ ഏത് യൂണിറ്റാണ് എന്ന കാര്യത്തിൽ നാളെ വിജിലൻസ് നിയമവൃത്തങ്ങളും അതോടൊപ്പം വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുക. ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബന്ധു നിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തി. AKG സെന്ററിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. സജേഷ് ചേരുന്നു. സജേഷ്, കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 മണിയോടുകൂടിയാണ് AKG സെന്ററിലെത്തി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കണ്ടത്. നാളെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. ബന്ധു നിയമന വിവാദം ചർച്ചയായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. അതിനുശേഷം പിണറായി AKG സെന്ററിൽ നിന്ന് മടങ്ങി. ഇ.പി. ജയരാജനും ഒരുപക്ഷെ കോടിയേരിയെ ഇന്ന് കണ്ടേക്കുമെന്ന സൂചനയുണ്ട്. ബന്ധു നിയമന വിവാദത്തിൽ നാളെ സെക്രട്ടേറിയറ്റിൽ കോടിയേരി റിപ്പോർട്ട് വെക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിരുന്നു മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച. ധന്യ. സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദ നിയമനം ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ മന്ത്രിസഭ തീരുമാനം. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയാൻ നിർമ്മാണം നടത്തും. നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. വിവാദ നിയമന വാർത്ത വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമായതിനാൽ നിയമന വിഷയം തന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നൽകിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടുന്നവർക്കും വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി.
തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജെപി ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായ അക്രമം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. മെഡിക്കൽ ഷോപ്പുകളടക്കം തുറന്നു പ്രവർത്തിച്ച കടകൾ ബലമായി അടപ്പിച്ചു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരകം തകർത്തു. വിവിധയിടങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ബിജെപി പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി. ബിജെപി ഹർത്താലിൽ സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമങ്ങളാണ് ഉണ്ടായത്. ഹർത്താലിനോട് സഹകരിക്കാത്തവർക്കു നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവൻ സ്മാരകം ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു. അന്തരിച്ച CPIM നേതാവ് KK മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളും പുകസ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പങ്ങളും പ്രവർത്തകർ തകർത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്ത് അവർ സഞ്ചരിച്ചിരുന്ന കാർ തകർത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM, DYFI, CITU കൊടിമരങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. കൊച്ചിയിലും സമാന സംഭവമുണ്ടായി. കൊല്ലം തടവയിൽ വാഹനങ്ങൾ തകർത്തു. തിരുവനന്തപുരത്ത് DYFI പെരുന്താന്നി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് തകർത്ത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ ടയറിലെ കാറ്റൂരി വിടുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുകയും ചെയ്തു. തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ആക്രമണമുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ UNAയുടെ ക്യാമറ എറിഞ്ഞു തകർത്തു. രാജഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. കോഴിക്കോട്, തൃശൂർ, ചേർത്തല തുടങ്ങിയവിടങ്ങളിലും മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ടായി. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതേസമയം ഹർത്താലിൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും സ്വകാര്യ ഇരുചക്രവാഹനങ്ങൾ നിരത്തിലിറങ്ങി. പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സമാന്തര സർവീസുകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എന്നാൽ കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമാണുള്ളത്. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു. ജോഷ്ല ചേരുന്നു. ജോഷ്ല, കണ്ണൂരിലെ ഹർത്താലിനെ കുറിച്ച്. സംസ്ഥാന ഹർത്താൽ കണ്ണൂരിനെ കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ധർമ്മട മണ്ഡലം ലക്ഷ്യമിട്ടായിരുന്നു ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ധർമ്മട മണ്ഡലത്തിൽ ജനങ്ങൾ ഹർത്താലിനെ തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ധർമ്മട മണ്ഡലത്തിൽ ചില സ്വകാര്യ വാഹനങ്ങളുടെ ചില കുറവുണ്ടായി എന്നതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിൽ തന്നെ നടക്കുകയുണ്ടായി. കടകമ്പോളങ്ങളെല്ലാം തുറന്നു കിടന്നു. ജനങ്ങളെല്ലാം നിരത്തിലിറങ്ങുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്ത്രീകളടക്കം റോഡിൽ ഇറങ്ങുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സാധാരണ ജനജീവിതം പോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ണൂർ ധർമ്മട മണ്ഡലത്തിലും അതുപോലെ തന്നെ പിണറായി ഗ്രാമത്തിലും ഉണ്ടായത്. മാത്രമല്ല പെരളശ്ശേരിയിലും കല്യാശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിലും സാധാരണ ജനജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഹർത്താൽ പ്രത്യേകിച്ച് ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. ഇത് മറ്റൊരു പ്രതീകം കൂടിയാണ്. ഈ സംഭവം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്, ധർമ്മടത്ത് ആണ് എങ്കിലും കഴിഞ്ഞ ആഴ്ച മുഴുവൻ വളരെ ശാന്തമായിരുന്ന ധർമ്മട മണ്ഡലം അല്ലെങ്കിൽ കണ്ണൂർ ജില്ല കഴിഞ്ഞ ദിവസം നടന്ന പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം CPIM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS സംഘം വെട്ടിക്കൊല്ലുന്നതോടുകൂടിയാണ് സമാധാന അന്തരീക്ഷം തകരുന്ന അവസ്ഥയുണ്ടായത്. ഇതിന് ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധം പ്രതിഫലിക്കും വിധമായിരുന്നു ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾ അല്ലെങ്കിൽ ധർമ്മടത്തെ ജനങ്ങൾ ഹർത്താലിനെ തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഹർത്താൽ ഇതുവരെ ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംഘർഷാവസ്ഥകൾ എന്ന് പറയാൻ മാത്രം കൂടുതൽ സംഘർഷാവസ്ഥകൾ ഒന്നും തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നടപ്പാക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. വിലാപയാത്ര പോകുന്ന വഴിയെ NE ബാലറാം മന്ദിരത്തിന് നേരെ, CPIയുടെ ഓഫീസിന് നേരെ, തലശ്ശേരിയിലുള്ള ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കൊടി മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസിന് മുന്നിലുള്ള ഫ്ലക്സ് ബോർഡുകളും തകർക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പിന്നീട് പിണറായിയിൽ വിലാപയാത്ര എത്തിയ സമയത്ത് അസഭ്യവർഷം ചൊരിയുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതൊഴിച്ച് പ്രകോപനമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം അവഗണിക്കുന്ന രീതിയിലായിരുന്നു പിണറായിയിലെ ജനങ്ങൾ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സംഘർഷാവസ്ഥ, പ്രത്യേകിച്ച് പിണറായിൽ സംഘർഷാവസ്ഥ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ധന്യവാദം. വാർത്തകളിലേക്ക്. കൊച്ചി കാക്കനാട് ചിൽഡ്രൻസ് ഹോമിൽ പെൺകുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കി. 4 മണിക്കൂറത്തെ അനുനയ ശ്രമത്തിനൊടുവിൽ പെൺകുട്ടികൾ താഴെ ഇറങ്ങി. തങ്ങൾ മാനസിക പീഡനങ്ങൾക്കിരയാകുന്നു എന്നതടക്കം നിരവധി പരാതികൾ കുട്ടികൾ MLA അടക്കമുള്ള അധികൃതർക്ക് എഴുതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് കുട്ടികളുമായി ചർച്ച നടത്തും.
രാവിലെ 9:30യോടെയാണ് ചിൽഡ്രൻസ് ഹോമിലെ വാർഡന്റെയും കെയർ ടേക്കറുടെയും കണ്ണുവെട്ടിച്ച് 20 പെൺകുട്ടികൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ചിൽഡ്രൻസ് ഹോം ജയിൽ പോലെയാണെന്നും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തണമെന്നുമായിരുന്നു കുട്ടികളുടെ പ്രധാന ആവശ്യം. ഫയർഫോഴ്സും പോലീസും സാമൂഹ്യക്ഷേമ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും താഴെയിറങ്ങാൻ കുട്ടികൾ കൂട്ടാക്കിയില്ല. പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കാമെന്ന സ്ഥലത്തെത്തിയ MLA PT തോമസ്, ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള, ADM, അഡീഷണൽ ജില്ലാ ജഡ്ജി എന്നിവർ നൽകിയ ഉറപ്പിന്മേൽ 4 മണിക്കൂറിന് ശേഷം കുട്ടികൾ താഴെ ഇറങ്ങുകയായിരുന്നു. കുട്ടികൾ ഇവർക്ക് തങ്ങളുടെ പരാതി എഴുതി നൽകി. MLA PT തോമസ്: ഈ സ്ഥാപനത്തിൽ ചില പോരായ്മകളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നൊരാവശ്യം കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ള താല്പര്യം കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. 1. 2, അവർക്ക് ഇവിടെ മറ്റ് കലാകായിക സൗകര്യങ്ങൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് രണ്ടാമത് അവർ ഉന്നയിച്ച കാര്യം. 3, പൂജാ ഹോളിഡേയ്സ് അടക്കമുള്ള കാര്യങ്ങൾ സമുചിതമായി ആഘോഷിക്കണമെന്ന് കുട്ടികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കുട്ടികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 16-ാം തീയതി ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ യോഗം ചേരും. വീട്ടിൽ പോകണമെന്ന 5 കുട്ടികളുടെ ആവശ്യം അധികൃതർ അംഗീകരിച്ചു. കുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന 2 കെയർ ടേക്കർമാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമെടുത്തു. 3 ദിവസം മുമ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 കുട്ടികൾ ചാടിപ്പോയിരുന്നു. ഇവരിൽ മുഴുവൻ പേരെയും കഴിഞ്ഞ ദിവസം കണ്ടെത്തി തിരികെ എത്തിച്ചിരുന്നു. ഈ കേസിലും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ ലംഘിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം കണ്ണൂർ മാനേജ്മെന്റ് പാലിച്ചില്ല. കരുണയിൽ യോഗ്യതയില്ലാത്ത 30 കുട്ടികൾക്ക് പ്രവേശനം നൽകിയെന്ന് കണ്ടെത്തിയതായും പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിനോട് നിലപാടറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശന നടപടികൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ കണ്ണൂർ കരുണ മാനേജ്മെന്റുകളോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് രേഖകൾ ഹാജരാക്കാനോ സഹകരിക്കാനോ തയ്യാറായില്ല. കരുണ മാനേജ്മെന്റ് പ്രവേശന നടപടികളിൽ കൃത്രിമം നടത്തിയതായി കമ്മീഷണർ കോടതിയെ അറിയിച്ചു. അയോഗ്യരായ 30 കുട്ടികൾക്ക് മാനേജ്മെന്റ് പ്രവേശനം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കമ്മീഷണർ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചപ്പോൾ വിശദീകരിക്കാൻ മാനേജ്മെന്റുകൾ ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. അടുത്ത ബുധനാഴ്ചക്കകം നിലപാടറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ പ്രവേശന നടപടികളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിലെയും കരുണയിലെയും പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റി നേരത്തെ തടഞ്ഞിരുന്നു. ഇതിനെതിരെ ഇരു മാനേജ്മെന്റുകളും സമർപ്പിച്ച ഹർജിയിലായിരുന്നു സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാൻ ഹൈക്കോടതി മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചത്. ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക. തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും അമേരിക്ക. അതേസമയം ഭീകരവാദങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്ത പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ വിമർശനവുമായി പാകിസ്ഥാനിലെ മുൻനിര ദിനപത്രമായ ദി നേഷൻ രംഗത്തെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ ഉദാഹരണമാണ് ഉറി ആക്രമണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ പരസ്യമാക്കിയത്. ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് കാശ്മീർ വിഷയവുമായി ബന്ധമുണ്ടെന്ന പാക് വാദവും വൈറ്റ് ഹൗസ് വക്താവ് തള്ളി. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി പാകിസ്ഥാൻ എടുക്കണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. സർജിക്കൽ അറ്റാക്കിന് ശേഷം ഇത് 2ാം തവണയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ അറിയിക്കുന്നത്. അതേസമയം പാക് സർക്കാരിനെതിരെ പാക് മാധ്യമങ്ങളും രംഗത്തെത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദ്, ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിനുമെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ചോദിച്ച് പാകിസ്ഥാനിലെ മുൻനിര പത്രമായ ദി നേഷൻ മുഖപ്രസംഗം എഴുതി. ദേശീയ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ദി നേഷൻ കുറ്റപ്പെടുത്തി. സൈന്യവും സർക്കാരും തമ്മിലുള്ള ഭിന്നത വാർത്തയാക്കിയ ഡോൺ ദിനപത്രത്തിലെ മാധ്യമപ്രവർത്തകന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതും മാധ്യമങ്ങൾ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മറ്റന്നാൾ ഗോവയിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 4 ദിവസം ഇന്ത്യയിൽ തങ്ങുന്ന പുടിൻ 17ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ശനിയാഴ്ച ഗോവയിലെത്തും. 5 രാഷ്ട്രതലവന്മാരാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്.
2016 8ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഗോവയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളായ ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച വരെ ഇന്ത്യയിലുള്ള പുടിൻ ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ, പ്രതിരോധം, വാണിജ്യം സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തും. ഞായറാഴ്ച നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ പ്രത്യേക ചർച്ചയുണ്ട്. ഉച്ചകോടിക്കെത്തുന്ന ചൈനീസ് പ്രസിഡന്റുമായി ശനിയാഴ്ച മോദി കൂടിക്കാഴ്ച നടത്തും. തീവ്രവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിന് ചൈനയുടെ പിന്തുണ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. കൂടാതെ ബ്രിക്സ് ഉച്ചകോടിയിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. പ്രമേയം പാസാക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ-പാക് തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവയിൽ സുരക്ഷ ശക്തമാക്കി. സൈന്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഉച്ചകോടി നടക്കുന്ന വേദികളെല്ലാം. ന്യൂസ് ബ്യൂറോ, ദില്ലി.